ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ട്രസ് ലേച്ചസ് കേക്കാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഫോട്ടോ പ്രിൻറ്റിൻ്റെ ആ ഒരു ഇതിലാണ് കേട്ടോ ട്രസ് ലേച്ചസ് കേക്ക് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ടേസ്റ്റ്ലി കേമൻ ആയിട്ടുള്ള ഈ ട്രസ് ലേച്ചസ് കേക്ക് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നാളെ മുതൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അത് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന്. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കേക്കിന് സ്പോഞ്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വാനില സ്പോഞ്ച് കേക്കിനൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ്. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി, കേക്കിൻ്റെ റെസിപ്പീസിൽ ചെക്ക് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആ 2 ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റി വെച്ച മൈദക്ക് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. എന്തിനാണ് കോൺഫ്ലോർ ചേർക്കുന്നതെന്ന് നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ്. പിന്നെ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് അരിച്ചെടുക്കുക. 1 തവണയോ അല്ലെങ്കിൽ 3 തവണയോ അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 തവണ അരിച്ചെടുത്തിട്ട് ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 തവണ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി. മിക്സിങ് മസ്റ്റായിട്ടും ചെയ്യണം. അത് നന്നായിട്ട് കമ്പൈൻ ആവുന്ന വരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേക്കിംഗ് മോൾഡ് ഏതാണോ അത് ഗ്രീസ് ചെയ്ത് വെക്കുകയും വേണം കേട്ടോ. അതിന് ശേഷം വേണം ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്യാനായിട്ട്. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. 3 മുട്ട വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ്, മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ബൗളും അതുപോലെ മുട്ടയിലൊന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല, നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണമെന്ന്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്ത് എടുക്കണം. ആ ഒരു മഞ്ഞ കളർ പോയിട്ട് ഒരു വൈറ്റ് കളർ ആവുന്നവരെ ബീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തത്. ആ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വരെ എടുക്കാം. അപ്പോൾ ഞാനിത് പൊടിക്കാത്തതായതുകൊണ്ടാണ് 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല വലിയ തരിയുള്ള പഞ്ചസാരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/4 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, 1/4 കപ്പ്. പിന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിലോട് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കൂടുതൽ നേരം ബീറ്റ് ചെയ്യരുത്. അപ്പോൾ കൂടുതൽ നേരം ബീറ്റ് ചെയ്താൽ നമ്മുടെ ബാറ്റർ ലൂസായി പോവും. ഇത്രയും മതി, ജസ്റ്റ് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ അങ്ങ് മാറ്റി വെക്കാം. ബീറ്റർ കൊണ്ട് നമുക്ക് ലോ സ്പീഡിൽ ഇട്ടിട്ടൊക്കെ വേണമെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫോൾഡ് ചെയ്തെടുക്കാം. പക്ഷേ അത് ചിലപ്പോൾ ഓവർ മിക്സിങ് ആയി പോകും. പിന്നെ അപ്പോൾ കേക്ക് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. നല്ല ഹൈ സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കരുത്. അപ്പോൾ നമ്മുടെ ആ ഒരു മുട്ട ഫ്ലഫിനെസ് ഉണ്ടല്ലോ മുട്ടയുടെ, അതൊക്കെയാണ് താഴ്ന്നു പോയിട്ട് കേക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ മെല്ലെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ വീഡിയോ ഒന്ന് സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല സ്പീഡിൽ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ സ്പീഡിൽ ചെയ്യരുത്, മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് മിക്സ് ആവുന്ന വരെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 7 ഇഞ്ചിൻ്റെയിലോ 8 ഇഞ്ചിൻ്റെയിലോ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. 8 ഇഞ്ചിൻ 1 kg കേക്കിൻ്റെ ബേസ് ആയതുകൊണ്ട് തന്നെ 8 ഇഞ്ചിൻ്റെയിലായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുമ്പോഴൊക്കെ അതിന് ചെയ്തെടുക്കുന്ന മെത്തേഡ്. പിന്നെ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെയിലും ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് റൗണ്ടിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് 2-3 തവണ ടാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലാണ് ഞാൻ ഇറക്കി വെക്കുന്നത്. അത് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ കേക്ക് ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ പാത്രം പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിത് ഓവനിലൊന്നല്ല ചെയ്യുന്നത്, ഇതുപോലത്തെ ഒരു പാത്രം ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതാ 25 മിനിറ്റ്, കറക്റ്റ് 25 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 25 മുതൽ 30 മിനിറ്റ് വരെ ഇതിന് ടൈം എടുക്കുക.
അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം മതി. സാധാരണ ഉള്ള കേക്കിൻ്റെ അത്രയും ടൈം നമുക്ക് ഇതിന് ആവശ്യമായി വരില്ല. ഇത് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വെക്കുക. തണുത്ത ശേഷം നമുക്ക് ലെയറാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ട്രസ് ലേച്ചസ് കേക്കല്ലേ, അപ്പോൾ 3 മിൽക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് തന്നെ ഇവിടെ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ആക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഷുഗർ സിറപ്പിന് പകരം ഇതാണ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ 1/4 കപ്പ് സാധാരണ പാല് ഫ്രഷ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതാ 1/4 കപ്പ് നമ്മുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഏതായാലും കുഴപ്പമില്ല, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 3 മിൽക്കാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ട്രസ് ലേച്ചസ് എന്ന് തന്നെ പറയുന്നത്. 3 മിൽക്ക് കേക്ക് ആണല്ലോ പറയാം. അപ്പോൾ ആ ഒരു 3 മിൽക്കും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും 1/4 കപ്പ് പാലും അതുപോലെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ടേൺ ടേബിൾ എടുത്തിട്ട് നമുക്കൊരു കേക്ക് ബേസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ക്രീം വിപ്പ് ചെയ്തിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. വിപ്പ് നമ്മുടെ എങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിഫാക്കി എടുക്കുക എന്നൊക്കെ ഞാൻ ക്രീം സ്റ്റിഫാക്കി എടുക്കുന്ന വീഡിയോ ഒക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ മിൽക്ക് മിക്സ്ചർ ഉണ്ടല്ലോ അതെല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് കുത്തി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മുടെ ആ ഒരു മിൽക്ക് മിക്സ്ചർ വരും. നല്ലൊരു അലിഞ്ഞിട്ടുള്ളൊരു കേക്കാണ് ഇത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ സാധാരണ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുന്ന പോലെയല്ല, നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക. ഓവറാവരുത്. ഓവറായ സൈഡിലൂടെയൊക്കെ ഒലിച്ചിറങ്ങും. അത്രയും വേണ്ട. എന്നാലും നന്നായിട്ട് തന്നെ അത് സോക്കായി വരുന്നവരെ നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അതൊന്ന് ലെവലാക്കിയ ശേഷം നമുക്ക് കുറച്ച് പിസ്താച്ചി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ സ്പെഷ്യലാക്കുന്നത്. ആ ഒരു 3 മിൽക്കും അതുപോലെ പിസ്താഷ്യും ഒക്കെയാണ് നമ്മളെ ഒരു കേക്കിനെ സ്പെഷ്യലാക്കുന്നത്. അതുപോലെ നമുക്ക് രണ്ടാമത്തെ ലെയറും ചെയ്തിട്ട് ഇതേ ഒരു മെത്തേഡ് തന്നെ ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ ലെയർ വെച്ചതിന് ശേഷം ആദ്യം ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് ലെവലാക്കി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്ത് ഇതേപോലെ തന്നെ ആ മിൽക്ക് മിക്സ്ചർ വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. കേക്ക് മുഴുവനായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കാം. അപ്പോൾ ഞാൻ ഫൈനൽ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിങ്ക് കളർ ഒന്ന് ആ ഒരു ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും വിപ്പിംഗ് ക്രീം ഇതിന് ആവശ്യമായിട്ട് വരില്ല കേട്ടോ. ഞാൻ വേറൊരു കേക്കിനും കൂടിയാണ് പിങ്ക് തീമിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ക്രീം എടുത്തില്ല. അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് നമുക്ക് 1.25 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആവശ്യമായിട്ട് വരിക. ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്രീമിൽ പിങ്ക് കളറ് 1-2 ഡ്രോപ്പ് ഉറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട്. അരമണിക്കൂറിന് ശേഷം കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പിങ്ക് ക്രീം വെച്ചിട്ട് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രോസ്റ്റിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫോട്ടോ പ്രിൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഫോട്ടോ പ്രിൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഡിസൈനായിട്ട് ഞാനിതുപോലെ ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു മോൾഡിൽ ഫോണ്ടൻറ്റ് ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർ നോസിൽ വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ഫോട്ടോ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ആ ഒരു വലിയ സ്റ്റാർ നോസിൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഡിസൈൻ ചെയ്താലും മതി. അപ്പോൾ ഫോണ്ടിന് ഇതുപോലെ മോൾഡിൽ ഇങ്ങനെ ആദ്യം ഒന്ന് റെഡ് കളറിലുള്ള റെഡല്ല നല്ലൊരു റോസ് കളറിലുള്ള ഇതാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമുക്കൊരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് അങ്ങ് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ലേസ് രീതിയിലുള്ള ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 എണ്ണം നമുക്ക് റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് 2 എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി കേക്കിൽ നമുക്ക് ഫോട്ടോ പ്രിൻറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫോട്ടോ പ്രിൻറ്റ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫോട്ടോ പ്രിൻറ്റ് കേക്കിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്റ്റാർ നോസിൽ വെച്ചിട്ട് വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കും ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ ചെയ്ത പോലെ ഇതുപോലത്തെ എന്തെങ്കിലും ഡിസൈനൊക്കെ ഇതുപോലെ ചുറ്റും വെച്ച് കൊടുത്താൽ നല്ലൊരു ഭംഗിയായിരിക്കും. സിമ്പിളായിട്ടുള്ള ഡിസൈനുമാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ട്രസ് ലേച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കേക്കാണ് നമ്മുടെ ഈ ട്രസ് ലേച്ചസ് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിച്ചവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ നമ്മുടെ നാളത്തെ ഗിവ് അവേ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിൻ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.